ലോകത്ത് ടൂറിസ്റ്റുകൾ വരുന്നത് ഇഷ്ടമല്ലാത്ത രാജ്യങ്ങൾ ഏതൊക്കെ നിങ്ങൾക്ക് അറിയാവോ? പറഞ്ഞുതരാം. അതിൽ ആദ്യമായിട്ട് വരുന്നത് ബാഴ്സലോണയാണ്, സ്പെയിനില്. അവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ചെറിയ നാരോ സ്ട്രീറ്റ് ആണെങ്കിലും അല്ലെങ്കിൽ ഫേമസ് ലാൻഡ്മാർക്കുകളാണെങ്കിലും വർഷത്തിൽ ഫുൾ ടൈം ടൂറിസ്റ്റുകളെ കൊണ്ട് ക്രൗഡഡ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടുത്തെ നാട്ടുകാർക്ക് റെന്റൽസിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. ഓവർ ക്രൗഡഡ് കാരണം അവർക്ക് അവരുടെ ഡെയിലി ലൈഫിനെ അഫക്ട് ചെയ്യുന്നു. അടുത്തതായി ഇറ്റലിയിലെ വെനീസ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ സന്ദർശിക്കുന്ന ഒരു രാജ്യമാണ് ഇറ്റലിയിലെ വെനീസ്. അവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്നിട്ടുണ്ടെന്ന ക്രൂയിസ് കപ്പൽ വഴിയായിരുന്നു. ഈ ക്രൂയിസ് കപ്പലിന്റെ എണ്ണം കൂടിയപ്പോൾ ഗവൺമെന്റ് കൺട്രോൾ ചെയ്യുകയും എൻട്രി ഫീസ് ഗവൺമെന്റ് കൊണ്ടുവരികയും ചെയ്തായിരുന്നു. കൂടാതെ വലിയ കപ്പലുകൾക്ക് ഗവൺമെന്റ് റെസ്ട്രിക്ട് ചെയ്യുകയും ചെയ്തു. കൂടാതെ ഷോർട്ട് റെന്റൽസ് ഗവൺമെന്റ് കൺട്രോൾ ചെയ്യുകയും ചെയ്തു. അടുത്തതായിട്ട് നെതർലാൻഡിലെ ആംസ്റ്റർഡാം. നൈറ്റ് പാർട്ടിക്ക് ഏറ്റവും കൂടുതൽ പേര് കേട്ട രാജ്യമാണ് നെതർലാൻഡിലെ ആംസ്റ്റർഡാം എന്ന് പറഞ്ഞ സ്ഥലം. ഏറ്റവും കൂടുതൽ ആൾക്കാർ വരികയും നൈറ്റ് പാർട്ടി ആഘോഷിക്കുകയും ചെയ്യുന്ന സ്ഥലമാണ്. അങ്ങനെ വരുമ്പോൾ അവിടെ ടൂറിസ്റ്റുകളായിട്ട് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അവിടുത്തെ ലോക്കൽസിന് ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വന്നപ്പോഴാണ് സ്കൂളുകൾക്കടുത്തുള്ള കോഫി ഷോപ്പ്, എയർബിഎൻബി പോലുള്ള കാര്യങ്ങൾ ഗവൺമെന്റ് അവിടെ റെസ്ട്രിക്ട് ചെയ്തു. അടുത്തായി ഗ്രീസിലെ സാന്റോണി. ഇതൊരു ചെറിയൊരു ദ്വീപാണ്. ഏറ്റവും കൂടുതൽ വിസിറ്റേഴ്സ് ക്രൂയിസ് കപ്പലിലാണ് ഈ ദ്വീപിലേക്ക് വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇതൊരു ചെറിയ ദ്വീപായതുകൊണ്ടും ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വന്നപ്പോൾ ഗവൺമെന്റ് ഈ ക്രൂയിസ് കപ്പലുകൾക്കുള്ള റെസ്ട്രിക്ഷൻ കൊണ്ടുവരികയും അവിടുത്തെ ലോക്കൽസിനും അവിടുത്തെ ബാക്കിയുള്ള എൻവയോൺമെന്റ്സിനും വേണ്ടിയിട്ട് ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. അടുത്തതായത് ചെക്ക് റിപ്പബ്ലിക്കിലെ പ്രാഗ്. ഏറ്റവും വലിയ ടൂറിസ്റ്റ് അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ നൈറ്റ് ലൈഫ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ മദ്യം, വൈന് എല്ലാം വളരെ വിലക്കുറവാണ്. അതുകൊണ്ട് കൂടുതൽ ടൂറിസ്റ്റുകളെ അങ്ങോട്ട് ആകർഷിച്ചിരുന്നു. അപ്പോൾ ടൂറിസ്റ്റിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് എന്ത് ചെയ്തു? എയർബിഎൻബി പോലുള്ള ഷോർട്ട് ടൈം റെന്റൽസിൽ കൺട്രോൾ ചെയ്യുകയും നൈറ്റ് ലൈഫിനെ കൺട്രോൾ ചെയ്യുകയാണ് ചെയ്തത്. അടുത്തതായിട്ട് ഫ്രാൻസിലെ പാരീസ്. ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റ് സഞ്ചരിക്കുന്ന രാജ്യമാണ് ഫ്രാൻസ് എന്ന് പറഞ്ഞ സ്ഥലം. അതിലെ പാരീസ്. ഈ പാരീസിൽ ഗവൺമെന്റ് ചെയ്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർബിഎൻബി പോലുള്ള ഷോർട്ട് ടൈം റെന്റൽസ് കൺട്രോൾ ചെയ്യുകയും അവർ ടാക്സ് കൂട്ടുകയും ചെയ്തിട്ടാണ് ടൂറിസ്റ്റിനെ അവർ കൺട്രോൾ ചെയ്തു. അടുത്തതായിട്ട് പോർച്ചുഗലിലെ ലിസ്ബൺ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ വിസിറ്റ് ചെയ്യുന്ന സ്ഥലമാണ് ലിസ്ബൺ. അവിടുത്തെ ഗവൺമെന്റ് ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ പുതിയ എയർബിഎൻബി അവർ കൺട്രോൾ ചെയ്യുകയും പിന്നെ അവർ ചെയ്തെന്ന് പറഞ്ഞാൽ ടൂറിസ്റ്റ് ഏരിയകളിൽ അവർ ടാക്സ് ഇംപ്ലിമെന്റ് ചെയ്യുകയും ചെയ്തു. പിന്നെ ഗവൺമെന്റ് ചെയ്തത് ലിസ്ബണിൽ മാത്രം നിൽക്കാതെ പോർച്ചുഗലിന്റെ ബാക്കി ഏരിയകളിലേക്ക് അവർ സന്ദർശിക്കാൻ വേണ്ടിയിട്ട് പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ലോകത്തിലെ ടൂറിസ്റ്റുകളെ കൊണ്ട് പൊറുതിമുട്ടുന്ന രാജ്യങ്ങൾ എന്ന് പറയുന്നത്. ഇതുപോലത്തുള്ള ഇൻഫർമേറ്റീവ് വീഡിയോസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എൻ്റെ താഴെ കാണുന്ന പേജ് ഫോളോ ചെയ്യാം.